ഇപ്പോൾ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോടൊപ്പം ഷംസാദ് മരക്കാറാണ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുള്ളത്. വലിയൊരു ദുരന്തമാണ് നടന്നിരിക്കുന്നത്. ഒരു നാട് മുഴുവൻ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നവരുടെ അടുത്തേക്ക് പോകാനുള്ള ഒരു സംവിധാനമുണ്ടോ? പാലവും തകർന്നു എന്ന് പറയുന്നു. കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? നമ്മൾ അവിടെ പാലം തകർന്നത് കൊണ്ട് നമുക്ക് മുണ്ടക്കൈയിലേക്ക് ഇതുവരെ എത്താൻ പറ്റിയില്ല. പക്ഷെ NDRFന്റെ ആളുകളെ എത്താനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ ചൂരൽമല പ്രദേശത്തുണ്ടായ സ്കൂളിന്റെ പുറകുവശത്തുണ്ടായ ലാൻഡ് സ്ലൈഡിലുള്ള ആളുകൾ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കുറച്ച് കാഷ്വാലിറ്റീസ് ഉണ്ട്, അത് നമ്മൾ റിക്കവർ ചെയ്തു. അതിനോടൊപ്പം തന്നെ കുറെ ആളുകളെ നമുക്ക് രക്ഷിക്കാൻ പറ്റി. അവരെ നമ്മൾ സേഫായി ആശുപത്രിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. അപ്പോഴും ആളുകൾ ഓരോ വീടുകളും കേന്ദ്രീകരിച്ച് ആളുകൾ ഉണ്ടോ എന്നുള്ള പരിശോധന നടത്തി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എത്ര മരണസംഖ്യ ഇപ്പോൾ ഓരോ സെക്കൻഡ് കഴിയും തോറും 40-ൽ കൂടുതൽ മരണസംഖ്യ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഈ റെസ്ക്യൂ നടക്കുന്ന സ്പോട്ടിലാണ്. ബാക്കിയുള്ള ആളുകൾ നിൽക്കുന്നത് പിന്നെ അവിടെ റോട്ടിലാണ്, കളക്ടറും ഒക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് അവരെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഇതുവരെ എത്ര പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്? നിരവധി പേർ ആശുപത്രിയിൽ ഉണ്ടെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ആളുകളെ ഇവിടുന്ന് നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെ ആളുകളെ പരമാവധി ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇപ്പൊ ഓരോ വീടുകളിൽ ഇവിടുത്തെ നാട്ടുകാർ കയറി പരിശോധിക്കുന്നുണ്ട് ആരെങ്കിലും അകപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ. എങ്ങനെയാണ് അവിടുത്തെ ഒരു അവസ്ഥയുള്ളത്? അതായത് നിരവധി വീടുകൾ ഒലിച്ചു പോയി എന്ന് പറയുന്നു. പുഴകളിൽ നിന്നൊക്കെ ആ മൃതദേഹങ്ങൾ കിട്ടി എന്നുള്ളൊരു കാര്യം കൂടി ലഭിക്കുന്നുണ്ട്. വീടുകൾ ഒരുപാട് വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട്. വീടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ നമുക്ക് വീടുണ്ടായിരുന്നു എന്നുള്ള തെളിവ് പോലും ഇല്ലാത്ത രീതിയിലായിട്ടുണ്ട്. കുറച്ച് വീടുകളൊക്കെ ഭാഗികമായി തകർന്നതുണ്ട്. അപ്പം അവിടെ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഇനി എടുക്കേണ്ടതാണ്. എത്ര പേരുണ്ടായിരുന്നു, എത്ര പേര് കിട്ടി എന്നുള്ളത്, അത് ഇതിന്റെ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എടുക്കും. ഇപ്പൊ നമ്മൾ റെസ്ക്യൂ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പരമാവധി വേഗതയിൽ എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ നമുക്ക് മുണ്ടക്കൈ കൂടി എത്തിയാൽ മാത്രമേ ഇതിന്റെ ഒരു വ്യാപ്തി അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ നിരവധി ടൂറിസ്റ്റുകൾ അവിടെ എത്തിച്ചേർന്ന്, അതായത് നിരവധി റിസോർട്ടുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള ഒരു വിവരം കൂടി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? കാരണം ഇവർക്ക് വേണ്ട ആവശ്യമായ ഭക്ഷണവും മരുന്നുകളൊക്കെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? മുണ്ടക്കൈയിൽ കുടുങ്ങിയ സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. എത്താൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മെഡിസിനും ഫുഡും എത്തിക്കാൻ പറ്റൂ. ആളുകളടുത്ത് നമ്മൾ എത്തിയിട്ടില്ല. ഇവിടെ നമുക്ക് ഈ പ്രദേശത്ത് അങ്ങനെ റിസോർട്ടുകൾ ഇല്ല. ഒരു റിസോർട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ചെറിയ റിസോർട്ട്. അവിടെ 2 വിദേശികൾ ഉണ്ടായിരുന്നു, അവർ റെസ്ക്യൂ ചെയ്തതാണ് നമ്മൾ. അപ്പൊ അവിടെ റിസോർട്ടുകളിൽ ഈ ഇഷ്യൂ ഉണ്ടാവാം. പക്ഷെ നമുക്ക് അവിടെ എത്തിയാൽ മാത്രമേ അതിന്റെ ഒരു കണക്കും ക്ലാരിറ്റിയും വരികയുള്ളൂ. നമുക്കിപ്പോഴും ഈ ഒരു അരമണിക്കൂർ കൊണ്ട് മുണ്ടക്കൈയിൽ നമ്മൾ എത്താൻ പറ്റുമെന്നാണ് കരുതുന്നത്. ഈ സൈന്യത്തിന്റെയും രക്ഷാപ്രവർത്തകരുടെയും പ്രവർത്തനമൊക്കെ എങ്ങനെയാണ്? അതായത് കാലാവസ്ഥ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഹെലികോപ്റ്റർ അടക്കം എത്താൻ ഒരു പ്രയാസമുണ്ടല്ലോ. ഇപ്പം സൈന്യത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ വന്ന് സ്ഥലപരിശോധനയൊക്കെ നടത്തിയെന്നല്ലാതെ വേറൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. NDRFന്റെ ആളുകളുണ്ട്. അവരിപ്പോ മുണ്ടക്കൈയിലേക്ക് എങ്ങനെ പ്രവേശിക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നന്ദിയുണ്ട്. വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് നമ്മളോട് സംസാരിച്ചത്. ഷംസാദ് മരക്കാറാണ് നമ്മളോട് സംസാരിച്ചത്.